ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ രാത്രി അപ്പോൾ തൊഴുത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാ? ഇല്ല, കഴിഞ്ഞിട്ടില്ലേ? തൊഴുത്തതാ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്കൂസ് ഉറങ്ങിയിട്ടില്ല, സമയം 9:15. മിക്കു അപ്പൂൻ്റെ കൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ്. മിക്കൂസും അമ്മയും എന്താ തൊഴുത്തിൽ നിൽക്കുകയാണെങ്കിൽ മിക്കു നോക്ക്, വേണ്ടപ്പോൾ ഉറങ്ങിയിട്ടില്ല. അത് ഇവിടെ ഫുൾ കളിയാണ്. മിക്കു ഷോൾഡർ ഹായ് പറയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മോ, ഇത് കുഞ്ഞു, അത് അമ്മു. കുഞ്ഞു കച്ചോട്ടെ. നമ്മുടെ അമ്മു വൈക്കോല് കഴിഞ്ഞുണ്ട്. ഇതാ വെള്ളം. നമ്മൾ അമ്മൂനും കുഞ്ഞൂനും കൊടുക്കുന്ന തീറ്റ മിൽമൻ്റെ പെല്ലറ്റാണ് കേട്ടോ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മിൽമൻ്റെ പെല്ലറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂലെക്സ് ഇല്ലേ, അതിൻ്റെ പെല്ലറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. മിൽമൻ്റെ പെല്ലറ്റ് നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ, നമ്മൾ പാലൊഴിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന്. വൈക്കോലിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ കുഞ്ഞൂന്. അപ്പോൾ ഇവൾക്ക് ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി, ഇവളങ്ങനെ കഴിക്കില്ല. പുല്ലോട്ടിയിലാവുമ്പോൾ അങ്ങനെ കേട്ടൊക്കെ നേരെ വെക്കും. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഫുള്ളും പണിയാവും. നനഞ്ഞാൽ പിന്നെ ഇരട്ടി നഷ്ടവും. നിൽക്കും തൊഴുത്തിൽ. എന്ത് കാണാൻ നിൽക്കണ? കുഞ്ഞുവിന് വൈക്കോലിട്ട് ഇട്ട് കൊടുക്കുന്നത് നോക്കാൻ നിൽക്കണേൽ മിക്കും ഞാനും മിക്കും എന്താ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചൂല് വേണ്ട, ചൂല് പശുവിൻ്റെ തൊഴുത്തെ വളമൊക്കെ എടുക്കണ ചൂലാണ്. മിക്കു കയ്യിലാക്കണ്ട കേട്ടാ. ഇനി മിക്കുവിന് മേല് കഴിയിട്ട് വേണം ഉറക്കാൻ. ഭയങ്കര ചൂട് കിട്ടാ. എവിടെയോ മഴ പെയ്യേണ്ടി തോന്നുന്നു. ഇവിടെ മഴയില്ല. മഴേൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ മഴ വന്നപാടെ പോയി. അതാ നമ്മൾ പുകയിടാൻ പോവുകയാണ് കേട്ടോ. പുകയിടാനുള്ള ചകിരിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പച്ചില കൊണ്ട് തന്നെ പുകയിടാൻ വേണ്ടാണ്ട്. അപ്പോൾ പച്ചില വലിക്കാം. ഒരു വട്ടം കണ്ടുണ്ട്. അവിടെ നിറയെ സീമക്കൊന്നിൻ്റെ ഇലയുണ്ട്. അതെങ്ങനെ പൊട്ടിക്കും? അപ്പോൾ നോക്കി പൊട്ടിക്കുക. അവിടെ നിറയെ സീമക്കൊന്നിൻ്റെ ഇലയുണ്ട്. അപ്പോൾ അത് വേണ്ട പൊട്ടിച്ചിട്ട് നമുക്ക് അതാ നമ്മുടെ പുകയിടുന്നത് വേണ്ട. ഇതിൽ വൈക്കോലിടുക, എന്നിട്ട് അതിൻ്റെ മേലെ പച്ചിലയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൊതുക് പോകും കേട്ടോ. അപ്പോൾ അതാണ് നൈറ്റിലെ തൊഴുത്തിലെ പരിപാടികൾ. നമ്മൾ കുറേ ആയിട്ട് ഇപ്പം നൈറ്റിൽ തൊഴുത്തിൽ വീഡിയോസൊന്നും എടുക്കാറില്ല കേട്ടോ. സീമക്കൊന്നൊക്കെ പൊട്ടിച്ചിട്ട് താപ്പ് വരുന്നുണ്ട്. ഇത് പോരല്ലോ ഇപ്പോൾ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കുറച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇനിയും ഉണ്ടല്ലോ അതേപോലത്തെ കൊമ്പ്. മുരിങ്ങയിലൊന്നും പൊട്ടിക്കാതെ. ഇപ്പം നമ്മളുടെ ഇവിടുത്തെ വെയിലിൻ്റെ ഇവിടെ തന്നെ കുറച്ച് സീമക്കൊന്നയുടെ ഇലകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കണം. വേനൽക്കാലം ആയതുകൊണ്ടൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പച്ചില ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതിലേ പോയി പൊട്ടിച്ചിട്ട് വരട്ടെ കേട്ടോ. നമ്മൾ ഇരുട്ടത്ത് പോകുന്നില്ല. നമുക്ക് നാളെ ഇത് അല്ലെങ്കിൽ ഇതിപ്പോൾ കത്തിച്ചാലും പുകയാവും. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇട്ടാൽ മതി. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് പേടിയായിട്ടാണ്. വേണ്ട, എന്നിട്ട് നമുക്ക് വൈക്കോലൊക്കെ ഇട്ട് പുകയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെയാണ് തൊഴുത്തിൽ പരിപാടി. വളം വാരി ഇടുക, തൊഴുത്തടിച്ച് ക്ലീൻ ചെയ്യുക, അവർക്കുള്ള തീറ്റ ഇട്ട് കൊടുക്കുക, വൈക്കോലിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ പരിപാടികൾ കേട്ടോ. അടുത്തതും കൊണ്ടുവരുന്നുണ്ട്. എന്തേലും ഞൊച്ചിൻ്റെ ഇലയാ? നൊച്ചിൻ്റെ ഇല. ഇതിട്ടാൽ നല്ലതാണ് കേട്ടോ പുക വയ്ക്കാൻ. ഇത് നൊച്ചിൻ്റെ ഇല, പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ നല്ലതാണ് പുക വയ്ക്കാൻ. മാങ്ങയില് പുകയിടാം നമുക്ക്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും അപ്പൻ്റെ പുകപ്പാത്രമൊക്കെ അപ്പുറത്തെത്തിയിട്ടാണ്. അപ്പോൾ ഇതിന് മേലെ വെച്ച് പുകയിട്ടാണ് ലാസ്റ്റ് അത് അപ്പുറത്തേക്ക് മറിഞ്ഞു പോകുന്നു. നല്ല പുകയൊക്കെയാണ് കേട്ടോ. ഇതാ പുകച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അല്ല, നമ്മൾ പുകച്ചിട്ടുണ്ട് കേട്ടോ. ഫാന് വാങ്ങിച്ചു വെച്ചിട്ട് 1 മാസം 2 മാസമായി. ഇതുവരെ ഫാന് ഫിറ്റ് ചെയ്യാനുള്ള ആൾ തന്നിട്ടില്ല. അത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ പാലൊഴിക്കാൻ സൊസൈറ്റി പോയപ്പോൾ ഒരു ദിവസം സൊസൈറ്റിൻ്റെ ഉള്ളിൽ പാമ്പ് കണ്ടു. അതിന് ശേഷം മിക്കു ആ പാമ്പിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. അതാണ് അവൻ ആ പാമ്പ് കാണാമെന്നാണ് പറയണത്. അതപ്പോൾ പുകച്ചു കഴിഞ്ഞു. കഴിഞ്ഞില്ല ഇപ്പോൾ പരിപാടികൾ? ശരി, കാണിച്ചു തരാം. തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് പുകയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ പുകച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിരുന്നിരിക്കും. ബൈ.